രാഘവേന്ദ്ര ഭട്ടല്ലേ? നീ അകത്ത് പോ. ഞാൻ പാർത്ഥസാരഥി, ഇൻകം ടാക്സ്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. റൈഡാ? എന്തിന്? നിങ്ങളുടെ ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. പറ്റില്ല. വാറണ്ട് ഉണ്ടല്ലോ ഭട്ടേ, അപ്പൊ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സാർ, അത്ര എളുപ്പത്തിൽ അവിടുന്ന് സ്വർണം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിൽ സ്വർണം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ്, അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞത്. ഓടാ. ഓക്കെ സാർ. ಈ ಪಲಹಾರ ಅಲ್ಲಿ ಕೊಡಿ. ನೀವು ಅಲ್ಲಿ ಹೋಗಿ. ഇതെവിടെ നയിക്കണം? അറിയില്ല, അക്കൗണ്ട് നോക്കണം. എനിക്ക് വേണം ഇപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഒരാഴ്ച സമയം തരും, അതിനുള്ളിൽ ഇതിന്റെ സോഴ്സ് എന്താന്ന് വെച്ചാൽ അത് കാണിക്കണം. ഈ പണം കളഞ്ഞു പോയിന്ന് ഞാൻ കരുതിക്കോളാം. താൻ എടുത്തോ. അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് കാണല്ലേ ഭട്ടേ. ഈ നിപ്പ് അങ്ങ് ജയിലിൽ പോയി നിൽക്കേണ്ടി വരും. ബോംബെയിലായിരുന്നല്ലേ? അല്ല, വരുന്ന വഴിക്ക് ആരോ പറഞ്ഞു കേട്ടോ. ഒരാഴ്ച കേട്ടല്ലോ. ആ റെയ്ഡ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നഷ്ടപ്പെട്ട പണത്തിനേക്കാൾ അയാൾ മറ്റെന്തിനെയോ ഭയക്കുന്നുവെന്ന്. സാറേ, റെയ്ഡൊക്കെ കഴിഞ്ഞു, എന്നിട്ട് പക്ഷെ സ്വർണം ഒന്നും കിട്ടിയതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. ആ പ്രതീക്ഷയും പോയി. നമ്മളാണോ ഒറ്റിയെന്ന് വട്ടറിയോ? ഇൻഫോമറെ കുറിച്ച് ഇൻകം ടാക്സ് പുറത്ത് പറയില്ല. മാനേജറെ ബട്ട് വിളിക്കുന്നു വീട്ടിലേക്ക്. വരി. ബട്ടിന് ഇവരെ നേരത്തെ അറിയാലോ അല്ലേ? ഈ നാട്ടിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത ആരുമില്ല. എടോ, ഡെപ്പോസിറ്റ് പിടിക്കാൻ പറഞ്ഞ പലിശയ്ക്ക് പൈസ വാങ്ങിയാണോ ഡെപ്പോസിറ്റ് ഇടുന്നത്? ഹെഡ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, 2 ജോലി ഇറക്കും. പോട്ടടോ പാവങ്ങള്. ലുക്ക്, സാറിന് ഇമ്മീഡിയറ്റ് ലോൺ വേണം. ലോൺ എമൗണ്ടും അപ്രൂവൽ ഡേറ്റും സോണൽ ഓഫീസിൽ നിന്ന് ഷുമർ വിളിച്ച് പറയും. പെട്ടെന്ന് വേണം, ലേറ്റ് ആക്കരുത്. ശരി രാഘവ, വിഷ്ണു സർ. ഇയാൾക്ക് ഇത്ര കാശുണ്ടായിട്ട് പിന്നെന്തിനാണ് നമ്മുടെ ബാങ്ക് ലോൺ? സർ, ഇൻകം ടാക്സ് പിടിച്ചെടുത്ത പൈസക്ക് രേഖ ഉണ്ടാക്കുക. അതിന് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഫേക്ക് ആയിരിക്കുമല്ലോ. അത് വെരിഫൈ ചെയ്ത് വരുമ്പോൾ എന്തായാലും 1 മാസം, അപ്പോഴത്തേക്കെല്ലാം കഴിയും. ചേട്ടാ, ബേടകം 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 ബേടകം
നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോകുന്നേ? എനിക്കൊടുത്ത ബാങ്കിൽ ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ. പത്മ പോ. എനിക്കറിയണം എന്താ നിന്റെ പ്രശ്നമെന്ന്. പത്മ, എന്നോട് അടുക്കാതിരിക്കുന്ന പത്മയ്ക്ക് നല്ലത്. അതെന്താന്ന് എനിക്കറിയണ്ടേ. പത്മ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ. ആരുമില്ലാതിരുന്ന് എന്നെ എടുത്തു വളർത്തിയത് ഗോവിന്ദൻ എന്നൊരാളാണ്. എന്നെ സ്വന്തം മകനെ പോലെ അവർ നോക്കി. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ചേച്ചി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ചേച്ചിയുടെ ഭർത്താവ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നീട് പലയിടത്തും ജോലി അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു. അത് പഴയ കാര്യല്ലേ. ഇപ്പൊ വിഷ്ണു തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്തു വന്നാലും ഞാൻ കൂടെയുണ്ട്. അല്ല പത്മ, ഞാൻ ഇപ്പോഴും ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അത് തന്നോട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ ചതിക്കാനാണ്. എന്നെങ്കിലും ബോംബെയിൽ നിന്ന് സ്വർണം അന്വേഷിച്ച ആളുകൾ വരുമെന്ന് ഭട്ട് പേടിച്ചിരുന്നു. അതറിയാമായിരുന്ന ഷാനവാസും വിജയും ഭട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ ഇറക്കി. ഭട്ട് ശരിക്കും പേടിച്ചു.